എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്ത ഒരാളോട് ഒരുപാടൊന്നും പറയാൻ നിൽക്കരുത്. പലതും അവർക്ക് മനസ്സിലാകുന്നത് കൊണ്ടല്ല, സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ്. എന്തു പറ്റി, എങ്ങനെയുണ്ട് എന്നുള്ള ചോദ്യങ്ങളൊന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ മാത്രമാണ്. സ്വാർത്ഥതയുള്ള മനുഷ്യർ സ്വന്തം കാര്യങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മെ സമീപിക്കും. അല്ലാതെ അവിടെ നിങ്ങളുടെ താല്പര്യങ്ങൾക്കോ സങ്കടങ്ങൾക്കോ അതിലുപരി നിങ്ങളെന്ന വ്യക്തിക്കോ യാതൊരു പ്രാധാന്യം ഉണ്ടാവില്ല. വീണ്ട വിചാരവും കുറ്റബോധവും ഇല്ലാത്തവരുമായി സംസാരിക്കാനോ വാക്കുതർക്കത്തിനോ നിൽക്കരുത്. താൻ ശരിയാണെന്ന് വരുത്തുവാൻ ഏതറ്റം വരെ പോകുവാനും അതിനായി എത്ര വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാനും അവർ ഒരുക്കമായിരിക്കും. അഭിജിതനായൊരു മനുഷ്യനോട് പരിചയം സ്ഥാപിക്കുകയും സ്നേഹത്താൽ അയാളുടെ മനസ്സിൽ കീഴ്പ്പെടുത്തുകയും ആത്മാവിനരികിൽ ഇടം പിടിക്കുകയും സ്വന്തമെന്ന് വിശ്വസിക്കുകയും ഒടുവിൽ അയാളുടെ ഉറക്കത്തിൽ നിങ്ങൾ ഉണർന്നിരിക്കുകയും എന്നുറപ്പായാൽ പതിയെ പിന്മാറുക. അയാളെ ഇരുട്ടിലാക്കി മുന്നോട്ട് നടക്കുക. ഒഴിവാക്കുന്തോറും അയാൾക്ക് സംശയം തോന്നാത്ത വിധം പറയാൻ പുതിയ കാരണങ്ങൾ കണ്ടെത്തുക. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾക്കൊരാളെ മുറിവേൽപ്പിക്കാതെ കൊല്ലാൻ സാധിച്ചത്. പരസ്പരം ക്ഷമിക്കാനും ചിലപ്പോഴൊക്കെ മൗനം പാലിക്കാനും കഴിയുന്ന മനുഷ്യർക്കിടയിലാണ് നല്ല ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മാനിക്കാതെ സ്വന്തം ഇഷ്ടം മാത്രം നോക്കുന്നവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരിക്കും അവർ സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ്, മറ്റാരെയുമല്ല. ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവർക്ക് അവരുടെ ഇഷ്ടങ്ങളേറെ ആ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനാണ് അവർ വില കൽപ്പിക്കുന്നത്. അതാണ് അവരുടെ ഏറ്റവും വലിയ ശരിയും. ചില നേരങ്ങളിലും ഓർമ്മകളിൽ പോലും അന്യരായിപ്പോകും. അത്രമേൽ പ്രിയപ്പെട്ടവരായിട്ടും ചെറിയ അകലം വിട്ട് പതിയെ മറന്നുപോകും. അകലം നമുക്കൊക്കെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കുറച്ച് സമയം തരും. അതിന് പോലും ഇടവേള നിർത്തി നമ്മളും. നിന്നെ തനിച്ചാക്കി പോയവരെ ഓർത്ത് നീ എന്തിനു ദുഃഖിക്കണം. മനസ്സറിഞ്ഞ് കൂടെ നിന്നിട്ടും നിന്റെ മനസ്സ് കാണാതെ പോയവരെ ഓർത്ത് നീ എന്തിനു നീറി ജീവിക്കണം. കണ്ണു തുറന്ന് നിന്റെ ചുറ്റിലും നോക്കണം. നിന്റെ കൈ കോർത്ത് പിടിക്കാൻ നടക്കാൻ കാത്തു നിൽക്കുന്നവരും പിറകിലേക്ക് ഒന്ന് തിരിച്ചു നോക്കുക. നിന്റെ മുൻവിളിക്കായി കാതോർത്ത് നിൽക്കുന്നവരുണ്ടാവും. മുന്നിൽ അങ്ങ് ദൂരെ ഒന്ന് നോക്കുക. നിന്റെ വരവിനായി നോക്കി നിൽക്കുന്നവർ ഉണ്ടാവും. നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നീയും നിന്റെ സന്തോഷങ്ങളും പുഞ്ചിരികളും സങ്കടങ്ങളും കണ്ണീരും പരിഭവങ്ങളും പിണക്കങ്ങളും ഓർമ്മകളും മറവികളും എല്ലാം നിന്റെ ആത്മാവിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അതിൻ്റെ വിത്ത് നിന്നിലേക്ക് പകർന്നത് ആരുമാവട്ടെ, അവ തഴച്ചു വളരേണ്ടതോ കരിഞ്ഞു പോകേണ്ടതോ എന്ന് നീ തീരുമാനിക്കേണ്ടത് നിയന്ത്രിക്കേണ്ടത് നീയാണ്, നീ മാത്രം.